രാജസ്ഥാനിലെ ബിക്കാനീറിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് 103 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിൽ. അചഞ്ചലമായ ദേശസ്നേഹ മനോഭാവമാണ് പൗരന്മാർക്ക് പ്രധാനം. രാജ്യത്തെക്കാളും ജനങ്ങളെക്കാളും വലുതായി ഒന്നുമില്ല. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം അങ്ങേയറ്റം അപലപനീയമാണ്. വിശ്വാസത്തെ അടിസ്ഥാനമാക്കി നിരപരാധികളായ ജനങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണം അത്യന്തം നിർഭാഗ്യകരമാണ്. പഹൽഗാമിൽ വെടിയൊച്ചയുയർന്നത് 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയത്തെയാണ് വേദനിപ്പിച്ചത്. എന്നാൽ ഭീകരതയ്ക്കെതിരായ രാജ്യത്തിൻ്റെ ദൃഢമായ നിലപാട് അതിലൂടെ ഊട്ടിയുറപ്പിച്ചു. നമ്മുടെ സായുധ സേന ആ ആക്രമണത്തിന് നിർണായക മറുപടി നൽകി. അതിനായി സേനയ്ക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകി. 3 സേനകളും ചേർന്ന് നയിച്ച തന്ത്രപ്രധാനമായ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു. അവരെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കി. ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ 22 മിനിറ്റിനുള്ളിൽ തിരിച്ചടിച്ചു. ഭീകരരുടെ 9 പ്രധാന ഒളിത്താവളങ്ങൾ നശിപ്പിച്ചു. ആ നടപടി രാജ്യത്തിൻ്റെ ശക്തി പ്രകടമാക്കി. പവിത്രമായ സിന്ദൂരം വെടിമരുന്നായി മാറുമ്പോൾ അതിൻ്റെ ബലവും നിർണായകമായിരിക്കും എന്നതിലും ലോകം ഇതിനിടെ സാക്ഷ്യം വഹിച്ചു. 5 വർഷം മുമ്പ് ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം എൻ്റെ ആദ്യ പൊതുപരിപാടി രാജസ്ഥാനിലായിരുന്നു. അതുപോലെ ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ആദ്യ റാലി രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് നടക്കുന്നത്. ഇത് ഈ നാടിനെ ആഴത്തിൽ വേരൂന്നിയ വീര്യവും ദേശസ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നു. ചുരുവിൽ നടത്തിയ പ്രസ്താവനയെ ഓർമ്മിപ്പിക്കുന്നു. ഈ മണ്ണിനെ സാക്ഷിയാക്കി സത്യം ചെയ്യുന്നു. രാജ്യത്തെ വീഴാൻ ഞാൻ അനുവദിക്കില്ല. രാജ്യത്തെ തലകുനിക്കാൻ ഞാൻ അനുവദിക്കില്ല. പവിത്രമായ സിന്ദൂരം മായ്ച്ചു കളയാൻ ശ്രമിച്ചവർ തവിട് പൊടിയായി മാറി. ഇന്ത്യയുടെ രക്തം ചൊരിഞ്ഞവർ ഇപ്പോൾ അതിന് പൂർണ്ണമായി വില നൽകിയിട്ടുണ്ട്. ഇന്ത്യ നിശബ്ദത പാലിക്കുമെന്ന് കരുതിയവർ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ്. അവരുടെ ആയുധങ്ങളെക്കുറിച്ച് വീമ്പിളക്കിയവർ ഇപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിടപ്പെട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പ്രതികാര നടപടിയല്ല, മറിച്ച് നീതിയുടെ ഒരു പുതിയ രൂപമാണ്. അത് വെറും രോഷപ്രകടനമായിരുന്നില്ല. ഇന്ത്യയുടെ അചഞ്ചലമായ ശക്തിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും പ്രകടമായിരുന്നു. ശത്രുവിനെ നേരിട്ടും നിർണായകമായും ആക്രമിക്കുന്ന ഒരു ധീരമായ സമീപനമാണ് രാഷ്ട്രം സ്വീകരിച്ചിരിക്കുന്നത്. ഭീകരതയെ തകർക്കുക എന്നത് ഒരു തന്ത്രം മാത്രമല്ല, ഒരു തത്വമാണ്. ഇതാണ് ഇന്ത്യ, ഇതാണ് പുതിയ ഇന്ത്യ. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ 3 പ്രധാന തത്വങ്ങൾ നാം സ്വീകരിച്ചു. ഒന്നാമത്തെ തത്വം, ഇന്ത്യക്കെതിരായ ഏതൊരു ഭീകരാക്രമണത്തിനും നിർണായകമായ തിരിച്ചടി നൽകും. സമയവും രീതിയും വ്യവസ്ഥകളും നമ്മുടെ സായുധ സേന തീരുമാനിക്കും. രണ്ടാമത്തേത്, ആണവ ഭീഷണികളിലും ബ്ലാക്ക് മെയിലിങ്ങിലും ഇന്ത്യ ഭയപ്പെടില്ല. മൂന്നാമതായി ഭീകരവാദത്തിൻ്റെ സൂത്രധാരന്മാരെ, അവരെ പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ്റുകളെയും ഇന്ത്യ ഇനി വേറിട്ട് കാണില്ല. പാകിസ്ഥാൻ്റെ ഭരണകൂടവും ഭീകരപ്രവർത്തകരും തമ്മിലുള്ള വ്യത്യാസം തള്ളിക്കളയോ. ഭീകരതയെ വളർത്തുന്നതിൽ പാകിസ്ഥാൻ്റെ പങ്ക് തുറന്നു കാട്ടുന്നതിനുള്ള ആഗോള ശ്രമങ്ങൾ നടത്തിവരികയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും വിദേശ നയതന്ത്ര വിദഗ്ധരും ഉൾപ്പെടുന്ന 7 വ്യത്യസ്ത ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. മുൻകാല സംഘർഷങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ്റെ അടിക്കടി പരാജയങ്ങളായിരുന്നു. ഇന്ത്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരിക്കലും അവർക്ക് വിജയിക്കാൻ കഴിയില്ല. നേരിട്ടുള്ള യുദ്ധങ്ങളിൽ വിജയിക്കാൻ കഴിയാത്തതിനാൽ പാകിസ്ഥാൻ വളരെ കാലമായി ഇന്ത്യക്കെതിരെ ഭീകരവാദത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. അക്രമം നടത്തുകയും ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ പാകിസ്ഥാൻ വില കുറച്ചു കണ്ടു. എന്നാൽ ഇന്നത്തെ നേതൃത്വത്തിന് കീഴിൽ രാജ്യം ശക്തവും അചഞ്ചലവുമായി നിലകൊള്ളുന്നു. ഇന്ത്യക്കെതിരായ ഏതൊരു ഭീകരാക്രമണത്തിനും കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പാകിസ്ഥാൻ കനത്ത വില നൽകേണ്ടിയും വരും. അവരുടെ സൈന്യവും സമ്പദ് വ്യവസ്ഥയും അത് അനുഭവിക്കും. ബിക്കാനീറിൽ എത്തിയപ്പോൾ ഞാൻ ഇറങ്ങിയത്
വിമാനത്താവളത്തിലാണ്. അത് തകർക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും അതിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്ത്യയുടെ കൃത്യമായ സൈനിക നടപടികൾ കാരണം അതിർത്തിക്കപ്പുറത്തുള്ള പാകിസ്ഥാൻ്റെ റഹീം യാർ ഖാൻ എയർബേസ് ദിവസങ്ങളോളം അടച്ചുപൂട്ടേണ്ടി വന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിച്ചു. അതിപ്പോൾ ICUവിലാണ്. പാകിസ്ഥാനുമായി വ്യാപാരമോ ചർച്ചയോ ഉണ്ടാകില്ല. ചർച്ചകൾ പാക് അധീന കാശ്മീരിനെ കുറിച്ച് മാത്രമായിരിക്കും. തീവ്രവാദികൾ കയറ്റുമതി ചെയ്യുന്നത് അവർ തുടർന്നാൽ സാമ്പത്തിക നാശമായിരിക്കും ഫലം. ഇന്ത്യക്ക് അവകാശപ്പെട്ട വെള്ളം പാകിസ്ഥാന് നൽകില്ല. ഇന്ത്യൻ രക്തം കൊണ്ട് കളിച്ചാൽ അവർക്ക് വലിയ വില നൽകേണ്ടി വരും. ഈ ദൃഢനിശ്ചയം ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ്. ലോകത്ത് ഒരു ശക്തിക്കും അതിനെ വ്യതിചലിപ്പിക്കാൻ കഴിയില്ല. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് സുരക്ഷയും സമൃദ്ധിയും അത്യാവശ്യമാണ്. രാജ്യത്തിൻ്റെ എല്ലാ കോണുകളും ശക്തിപ്പെടുത്തുമ്പോൾ മാത്രമേ ആ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ.